ഒരു മനോഹരമായ അനുഭവം വേഗം തന്നെ കേൾക്കാം. നല്ല രസമുണ്ട്. എന്താ കഥ? സാർ ഇത് തിരുവനന്തപുരത്ത് നിന്ന് സരിതയാണ് ട്ടോ. ഞാനും എൻ്റെ അനുജത്തിയും ചേച്ചിയും പിന്നെ ഞങ്ങൾ കുറച്ച് ലേഡീസ് മാത്രമാണ് എല്ലാ പ്രാവശ്യവും പോയിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും കൂട്ടാമെന്ന് വിചാരിച്ചു ട്ടോ. ഞങ്ങൾ 6 ലേഡീസ് ഉണ്ടായിരുന്നു. ആയതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഡേറ്റ് പറ്റുമോ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആ ഡേറ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ദേവീക്ഷേത്രത്തിൽ അന്നൊരു ടൂർ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ കോർഡിനേറ്റർ എൻ്റെ ഹസ്ബൻഡാണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. പക്ഷെ എൻ്റെ മനസ്സിൽ ഭഗവാൻ ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൽപ്പിച്ച് ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. ഹസ്ബൻഡ് ക്ഷേത്രത്തിലെ ടൂർ അറേഞ്ച് ചെയ്യുന്നതിനുള്ള തിരക്കിലായിരുന്നു. 50 പേരുണ്ടെങ്കിൽ ടൂർ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 16 പേരുണ്ടായിരുന്നത് പെട്ടെന്ന് 51 പേരായി. അപ്പോഴും ഞാൻ പതറിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഭഗവാൻ കൈവിടുകയില്ലെന്ന്. കാരണം മക്കളെയും ഭർത്താവിനെയും കൂട്ടി ഭഗവാനെ തൊഴണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 51 പേരുണ്ടായിരുന്ന ടൂറിൽ നിന്നും ഞങ്ങൾ ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസം 16 പേര് മാറിയതിനാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ടൂറ് ക്യാൻസൽ ചെയ്തു. ഇതറിഞ്ഞ് എനിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും ഭഗവാനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു. അന്ന് ഊഞ്ഞാലാടുന്ന കണ്ണനായിരുന്നു. മാത്രമല്ല ഭഗവാന്റെ അന്നദാന പ്രസാദം കഴിക്കുവാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചു. ക്യൂ നിൽക്കാതെ തന്നെ കേട്ടോ. വേറൊരു അത്ഭുതം പറയട്ടെ, ഞങ്ങൾ നാരായണീയം പഠിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു ഭാഗവതത്തിന്റെ ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞ്. എന്നാൽ ഗുരുവായൂരിൽ വെച്ച് തൊഴുതിറങ്ങിയപ്പോൾ ഒരു സ്വാമിനി ഞങ്ങളെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഭാഗവതം ഞങ്ങളുടെ കൈകളിൽ തന്നിട്ട് ഒരു പേജ് ചൂണ്ടിക്കാട്ടിയിട്ട് അത് വായിക്കുവാൻ പറഞ്ഞു. ഒരു ദിവ്യത്വം നിറഞ്ഞ സമയമായിരുന്നു അത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷേ ആ സ്വാമിനിയെ കണ്ടില്ല കേട്ടോ. ഇത് വല്ലാത്തൊരു അനുഗ്രഹം നിറഞ്ഞ അനുഭവമായിരുന്നു. ഭഗവാനോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഇനി എന്നാ ഭഗവാനെ അങ്ങയെ തൊഴാൻ വരുന്നേ? കണ്ണാ അനുഗ്രഹിക്കണേ. എന്താ കഥ അല്ലേ? സ്ത്രീകളെല്ലാം കൂടെ പോകാൻ പുറപ്പെട്ടപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരേ സമയം പോകാൻ പറ്റില്ലല്ലോ. അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞു പറ്റില്ല എന്ന്. പക്ഷെ കണ്ണൻ പറഞ്ഞു അവർ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക അതിന് പോയാൽ മതി കേട്ടോ, ടൂർ നമുക്ക് അങ്ങോട്ട് ക്യാൻസലാക്കാം. ഇങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങളാണ് ഓരോരുത്തർക്കുള്ള മനോഹരമായിട്ടുള്ള അനുഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. നമ്മൾ കൃഷ്ണ വിഗ്രഹം സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.